ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മൾ കാണിക്കുന്നില്ല, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് എന്നാണ് മെയിനായിട്ട് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നു. ഈ പ്ലാന്റ് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ, ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ വൈകിട്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ കുമ്പി നിൽക്കുന്നത്. ഉച്ചവരെ നല്ല നിവർന്ന് നിൽക്കും ഇതിൻ്റെ ലീഫ്. പിന്നെ ഇതിൽ ഒരു യെല്ലോ ഫ്ലവേഴ്സ്, ചെറിയൊരു യെല്ലോ ഫ്ലവേഴ്സ് നിറയെ ഉണ്ടാവും. അതാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല, പറയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇതിന് ജസ്റ്റ് ഇതുപോലത്തെ നമുക്ക് തയ്യോ അതല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ തണ്ട് കിട്ടും. ഇതിൻ്റെ നീളത്തിലുള്ള കമ്പോ കിട്ടിക്കഴിഞ്ഞാൽ വേരുള്ള ഭാഗമാണെങ്കിൽ അത് മണ്ണിൽ ജസ്റ്റ് മണ്ണ് ഇളക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് അത് സ്പ്രെഡായി കിട്ടും. നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് സ്പ്രെഡായി കിട്ടും. അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം എന്നുള്ളത് വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ്. ഇത് ഏകദേശം ഒരു വർഷത്തോളമായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയൊരൊറ്റ കമ്പ് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അത് ഒരു വള്ളി പോലെ, ആ വള്ളിയിൽ ചെറുതായിട്ട് വേരുണ്ടാവും. ഓക്കെ, ആ ഒരു സംഭവം നമ്മളിവിടെ കൊടുത്തിട്ട് ജസ്റ്റ് മണ്ണ് ഇളക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക. അല്ലാതെ വേറെ ഒരു ഫെർട്ടിലൈസറോ ഒന്നും തന്നെ ഇതിന് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക. 2 നേരം നന്നായിട്ട് നനച്ചു കൊടുത്താൽ തന്നെ ഈ ഒരു പ്ലാന്റ് വേര് പിടിച്ചിട്ട് പെട്ടെന്ന് സ്പ്രെഡായി കിട്ടും. പ്രത്യേകിച്ച് മഴക്കാലത്താണ് നമ്മളിത് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മൾ ഒരു ഏരിയ മുഴുവനായിട്ട് ആ ഒരു റെയിനി സീസൺ കഴിയുന്നതോടുകൂടി തന്നെ ഒരുപാട് ഏരിയയിൽ ഇത് നമുക്ക് സ്പ്രെഡായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റാണിത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിറയെ പൂക്കൾ വരും. അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ശല്യക്കാരാണ് ഇതുപോലത്തെ കളകൾ, ഇഷ്ടം പോലെ കളകൾ വരും. അപ്പോൾ ഈ തരത്തിലുള്ള പുല്ലൊന്നും നമുക്ക് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ നല്ല പാടാണ്. അതിൻ്റെ വേരങ്ങ് പോരില്ല, ആ ഇല അങ്ങ് മുറിഞ്ഞു പോരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ലാൻഡ്സ്കേപ്പിനെ വൃത്തികേടാക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലത്തെ കളകൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ ഭംഗിയാക്കി എടുക്കാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇത്രയും ചെയ്ത ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലേക്ക് ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് പ്ലാന്റ് ചെയ്തിട്ട് ഒരു 4-5 മാസം നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുക മാത്രം ചെയ്യുക. നമ്മൾ വിചാരിച്ച ആ ഒരു ഏരിയ മുഴുവൻ അത് സ്പ്രെഡായി വന്നതിന് ശേഷം മാത്രം അതിനൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒരു ചരട് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിന് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഹാർട്ട് ഷേപ്പാണ് ഇതിന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3-4 പ്രാവശ്യം ഞാൻ ഇതിനെ ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ മെല്ലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്, പക്ഷേ ഒരു സൈഡ് കൂടെ അതിന് സെറ്റായിട്ട് വരാനുണ്ട് കുറച്ചുകൂടെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഏകദേശം നമ്മളെ ഏരിയ കവറായി വന്നതിന് ശേഷം നമ്മൾ ഒരു 2-3 തവണ നമ്മൾ അതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് അതിനെ നിർത്തി കൊടുക്കുക. എന്നിട്ട് ചില ഏരിയകൾ ഒന്നും കൂടെ അത് സ്പ്രെഡ് ആവാനുണ്ടാവും. അപ്പോൾ അത് ആകുന്നത് വരെ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ വിടുക. അതിന് സ്പ്രെഡായതിന് ശേഷം മാത്രം ആ ഒരു ഏരിയയും കൂടെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് നമുക്ക് നിർത്താം. നമ്മൾ പ്ലാന്റിൽ വരുന്ന കളകൾ നമുക്ക് അതിലില്ലാത്ത പോലെ ആക്കി നിർത്താൻ നമ്മൾ ഒരു 2 വീക്ക് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരു കത്രികയോ ഗ്രാസ് കട്ടറോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരേ ലെവലിൽ നമ്മുടെ പ്ലാന്റിൻ്റെ മോൾ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അതിൽ വന്ന കളകളും പ്ലാന്റ് പൊങ്ങി നിൽക്കുന്ന പ്ലാന്റുകളുണ്ടെങ്കിൽ അതും ഒരേ ലെവലിൽ തന്നെ നന്നായിട്ട് ഒരു ലാൻഡ് ലെവലിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതല്ലാതെ അതിലെ കളകൾ പറിച്ചെടുക്കാൻ ഒത്തിരി റിസ്ക്കാണ്. അത് നമുക്ക് വലിയ കളകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറിച്ചെടുക്കാം. പക്ഷേ ചെറിയ പുല്ലുകളൊക്കെ ആണെങ്കിൽ അതിനെ പറിച്ച് കളയാൻ നല്ല റിസ്ക് ആയിരിക്കും. അതും അത്യാവശ്യം ഏരിയയിൽ ഇത് സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറിച്ച് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ബോർഡർ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് ഇതുപോലെ പുറത്ത് നമ്മൾ ആ ബോർഡർ ചെയ്തിരിക്കുന്ന ആ ഒരു ഷേപ്പ് വിട്ടിട്ട് ഈ പ്ലാന്റ് വളർന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആ ഒരു ഷേപ്പിനെ വിട്ട് ഇത് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 3 വീക്ക് ലെങ്കിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നും ആ ഒരു ലെവലിൽ തന്നെ അതിനെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ലാൻഡ്സ്കേപ്പ് എന്നും ഒരുപോലെ തന്നെ നിൽക്കും, നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ എൻ്റെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഈ ഒരു സൈഡ് കൂടെ കുറച്ചുകൂടെ തിക്കായിട്ട് വരാനുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അവിടെ ഒത്തിരിയും കൂടെ ആ ഒരു ലെവലിന് അപ്പുറത്തെ സൈഡിൻ്റെ അതേ ഒരു ലെവലിൽ ഇവിടെയും കൂടെ വരാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പാണ് എൻ്റെ ഒരു പ്ലാന്. ആ ഒരു ലെവലിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഗ്രോത്ത് വരാനുണ്ട് ഒരു സൈഡൂടെ. ആ ഒരു സൈഡ് കൂടെ ഒന്ന് തിക്കായിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കും കാണാൻ. പിന്നെ ഇത് നല്ല ഒരു പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ മണ്ണിൽ പ്ലാന്റ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് നനച്ചു കൊടുക്കുക. 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുക. അത് വലിയ വെയിൽ കിട്ടാത്ത ഏരിയ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഓവറായിട്ടാണ് വെയിൽ, ഡയറക്റ്റ് ആ പ്ലാന്റിലേക്കൊക്കെ വെയിൽ വരുന്നുണ്ട്. അപ്പം അത്രയും വെയിൽ വരുന്നതുകൊണ്ടാണ് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് അതിനുള്ളത്. അപ്പോൾ വെയിൽ നോർമലായിട്ട് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണിത്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഹാങ്ങിങ് പോട്ടിൽ, വെർട്ടിക്കൽ പോട്ടിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ഫ്ലവർ വന്നിട്ട് നല്ല ഹാങ് ചെയ്ത് വരുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.